റിംഗ് മാസ്റ്ററായ ഞാൻ എങ്ങനെങ്കിലും ഈ സർക്കസ് കൂടാരത്തിൽ കയറി പറ്റും. അതിന് കിണറിന് റിംഗ് ഇറക്കുന്ന അണ്ണനെ സർക്കസിൽ എടുക്കുവണ്ണ? എടി ഞാനങ്ങനെ പല കള്ളവും പറയും, നീ കൂടെ നിന്നാ മതി. എന്നെ എടുക്കുവണ്ണ? അതിനെന്താ? അയ്യോ അതല്ലെന്ന്, എന്നെ ഈ സർക്കസിൽ എടുക്കുവോന്ന്. നിന്നെ എടുക്കാൻ പറ്റിയ ഒരാള് വരുന്നുണ്ട്. അയ്യോ അതാരാണ്? ജില്ലാ കളക്ടർ അല്ലടി കണ്ടത്, കാണാൻ വരുന്ന കോമാളി. വേണ്ട അളിഞ്ഞ വർത്താനം പറഞ്ഞ എഴുതിയ പൊറ്റലടിച്ചോളെ കേട്ടോ. അണ്ണാ നമ്മൾ ആരാന്നാ ചോദിച്ചേ? ഐ ആം റിംഗ് മാസ്റ്റർ ബെൽദാസ്. ഇതെന്റെ ഭാര്യ അമ്മിണി. ഈ സർക്കസിൽ സിംഹവാലം കുരങ്ങുണ്ടോ? ഇതുവരെ ഇല്ലായിരുന്നു, ഇപ്പൊ ഉണ്ടോന്നൊരു സംശയം. സർക്കസിൽ ചേരാൻ വരുന്നവരോട് ഇങ്ങനാണോ വർത്താനം പറയുന്നത്? സർക്കസിൽ ചേരാൻ എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോ? അയ്യോ എന്റെ അപ്പൂപ്പൻ തുളുനാടൻ വെള്ളരിയായിരുന്നു. അപ്പൊ അമ്മുമ്മ വള്ളുവനാടൻ തക്കാളിയായിരുന്നു. തക്കാളിയല്ല, നല്ല വഴക്കാളിയായിരുന്നു. ഞാൻ പറഞ്ഞ കളരി അഭ്യാസിയായിരുന്നു. എന്നാ പിന്നെ അപ്പൂപ്പനെ കൂടെ കൊണ്ടുവരാൻ വയ്യായിരുന്നു. നടക്കത്തില്ല. നടക്കത്തില്ല, ഓട്ടോ വിളിച്ചോണ്ട് വരണം. ഓ സ്വിച്ച് ഓഫ് ആയി പോയി. സ്വിച്ച് ഓഫ് ആയെന്നാ? കളരിയുടെ കച്ച മുറുക്കി ചത്ത്. ആരെ ചുറ്റുന്ന സാധനം എടുത്ത് കഴുത്ത ചുറ്റിയ ആരായാലും ചത്തു. നീ എന്താ അറിഞ്ഞോണ്ടായി പറയുന്നേ? ആരോച്ച ഒരു കച്ച മുറുക്കേന്റെ കൂട്ട് തെങ്ങയെ കൊണ്ട് കച്ച കെട്ടി, എന്നിട്ട് ഇങ്ങേറ്റത്ത് നിന്ന് കച്ച മുറുക്കി തെങ്ങും ചോട്ടി വന്നതും ഉണക്കത്തേങ്ങ മണ്ട പൊളക്കെ അങ്ങ് വീണ്. എന്നിട്ടെന്തോ ഉണക്കത്തേങ്ങ എടുത്ത് അമ്മൂമ്മ അമ്മന്തി അരച്ച്. അത് 6 മാസം മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് വെള്ളം ഇറക്കി ചത്ത്. സാധാരണ വെള്ളം ഇറങ്ങാതെ എത്തുന്നല്ലേ പറയുന്നേ? അവിടുത്തെ നേഴ്സന്മാരെ നോക്കി വെള്ളം ഇറക്കി ചത്ത്. അതിനൊക്കെ എന്റെ അമ്മാവൻ ഗിന്നസ് റെക്കോർഡ് കിട്ടാൻ വേണ്ടി ജെസിബി നെഞ്ചത്തൂടെ കേറ്റിയ മോന. എന്നിട്ട് റെക്കോർഡ് ഇട്ടോ? ഇട്ട് ആ ജെസിബി കൊണ്ടൊരു കുഴി എടുത്ത് മണ്ണ് വാരി. ഇതൊക്കെ എന്ത്? ഇതിലൊക്കെ എന്റെ കൊച്ചച്ഛന്റെ ഫേവറേറ്റ് എന്തോന്നറിയാവോ? കുപ്പിച്ചില്ല് തീറ്റയായിരുന്നു. ഒരു കുഴപ്പമുള്ളായിരുന്നു. കൊച്ചച്ഛൻ കക്കൂസി പോയാലും കുപ്പിച്ചില്ല്, വാള് വെച്ചാലും കുപ്പിച്ചില്ല്. പിന്നെ ഇപ്പഴൊന്നും ഞങ്ങളുടെ നാട്ടിലെ മതിലേല് മേശിരിമാര് കുപ്പിച്ചില്ല് വെക്കത്തില്ലല്ലോ. പിന്നെ കൊച്ചച്ഛനെ എടുത്ത് മതിലിന്റെ ഒരറ്റത്തോട്ടിരുത്തും, പിന്നെ ഇങ്ങോട്ടോട്ടങ്ങ് നിരക്കും. ഞാറ് നടന്നിട്ടുണ്ടോ കൊച്ചച്ഛൻ കുപ്പിച്ചില്ല് കെട്ട് പോകുന്നത്? അല്ലേ അമ്മയുടെ ഐറ്റം എന്തുവാന്ന് പറഞ്ഞില്ലല്ലോ. ആക്രിവർക്കല്ല, അക്രോബാറ്റിക്. ഇവിടെ ഉണ്ട് ഒരു ഫ്രൈഡ് റൈസുകാരി. ഫ്രൈഡ് റൈസുകാരി ദീപന്തം കൊണ്ട് കളിക്കത്തില്ല. എടാ അത് ഫയർ ഡാൻസ്. അത് തന്നെ. തുമ്പി പ്ലീസ് കം. തുമ്പി. അത് ശരി. അപ്പൊ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞോണ്ടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേല്ലോ? ഇവളിവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അറിഞ്ഞായിരുന്നെങ്കിൽ നിന്നെ കൊണ്ടുവരുന്നോ? ഞാൻ തന്നല്ല വരുത്തുള്ളൂ. ചാത്തിയോ ഒന്നുകൂടെ തള്ളാവോ? ഈ കോമാളി എന്നെ തല്ലി. അയ്യോ കോമാളിന്ന് വിളിക്കല്ലേ. പിന്നെന്തോ കോമാളിയെ ബംഗാളിന്ന് വിളിക്കണോ? അതല്ല, ഭയങ്കര മുൻകോപക്കാരനാ. പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം പിന്നില്ലല്ലോ കോപം. അത് വായു കോപം. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? ചുമ്മാതാ പറയരുത്. ഈ കോമാളി സർക്കസിൽ മുതലായിട്ട് പറഞ്ഞു കൊടുത്താൽ നമ്മളെ ഇവിടുന്ന് പറഞ്ഞു വിടും. അതല്ല, ഈ തീപ്പന്തം കൊണ്ട് കളിക്കുന്ന ഇവളെന്തിനാ ഈ ഗ്യാസ് ലൈറ്ററും കൊണ്ട് വന്നേക്കുന്നേ? ഫ്ലോറിൽ തീയാലോടല്ലോ. എനിക്കാണ് ഇച്ചിരി തീയും പുക ഇല്ലാതെ പറ്റത്തുമില്ല. നേരത്തെ ആയിരുന്നു ബ്രഹ്മപുരത്തോട്ട് എന്നാ മതിയായിരുന്നല്ലോ, ഇഷ്ടം പോലെ തീയും പുകയുണ്ടായിരുന്നു. മിസ്റ്റർ ബെൽദാസ്, താങ്കൾ മരണക്കണത്തിൽ ബൈക്ക് ഇറക്കിയിട്ടുണ്ടോ? ഇല്ല, മാമന്റെ കിണറ്റിൽ റിങ് ഇറക്കിയിട്ടുണ്ട്. ഇതാണ് അയാള് റിംഗ് മാസ്റ്റർ എന്ന് പറഞ്ഞു. അയ്യോ അങ്ങനൊന്നും അല്ല. മെരുങ്ങുന്ന ഏത് മൃഗത്തെയും ആ സെക്കൻഡിൽ എന്റെ അണ്ണൻ മെരുക്കും. മെരുങ്ങാത്ത മൃഗത്തിനെയോ? ആ സെക്കൻഡ് ഞാൻ കണ്ടം വഴി ഓടും. അയ്യോ അണ്ണാ ഇതെന്താണ്? എന്തോ സർക്കസ്? ഇവന്റെയൊക്കെ കളി കണ്ടിട്ട് നാട്ടുകാർ ചോദിക്കുന്ന ഇതെന്തോ സർക്കസ്. അവിടുന്ന് ദുബായിലെ കൊച്ചിൻ ഖലീഫയുടെ മണ്ടയ്ക്ക് ഇന്ന്. കൊച്ചിൻ ഖലീഫ അല്ല, ബുർജ് ഖലീഫ. കാലത്തിന്റെ മണ്ടയ്ക്ക് ഇന്ന് കണ്ണു കെട്ടി 100 കത്തിയേറ് എറിഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം പോലും പാഴായിട്ടില്ല. എങ്ങനെയുണ്ട് എന്റെ കത്തിയേറ്? ഇത് കത്തി എറിയുമല്ലോ, കത്തി വെക്കുമല്ലയോ? മണിദാസേ. മണിദാസ് അല്ല, ബെൽദാസ്. രണ്ടും ഒന്ന് തന്നെ. താങ്കളെ ഇവിടെ ആവശ്യമുണ്ട്. അപ്പൊ നേരത്തെ റിംഗ് മാസ്റ്റർ എന്തിയേ? ഇവിടുത്തെ കരടി കൂട് കളിച്ച് വെളിയിൽ ചാടിയപ്പോ ഞങ്ങളല്ലേ ഓടി. അത് മാത്രം ശ്വാസം പിടിച്ച് അത്തോലം കടന്നു. അവന് ബുദ്ധിയുണ്ട്. പിന്നെ ഭയങ്കര ബുദ്ധിയായിരുന്നു. കരടി വന്ന് മണപ്പിച്ചപ്പോ കരടിയുടെ കൂടെ മൂക്കി കയറി അവനങ്ങ് തുമ്മി. കരടി കടിച്ചു വരച്ച് കൊത്തുപൊറാട്ട പോലാക്കി. അപ്പൊ എന്റെ കാര്യത്തിന് തീരുമാനമായി. അയ്യോ അന്നേരം എന്റെ അക്രോബാറ്റ്. നീ എന്നെ അക്രോബാറ്റ് കളിച്ച് തോപ്പിച്ച നിന്നെ ഇവിടെ എടുക്കും. എന്നാ ഓസ്കാർ കിട്ടിയ പാട്ടന്നിട്ട് ഇവർ അക്രമം നോക്കുന്നു കാണാം. പണ്ട് വിളുമാർ അങ്ങനെ അങ്ങ് തമ്മിത്തല്ലായിരുന്നു. പിന്നെ ഇവിടെ നേരത്തെ അറിയത്തില്ലെന്ന് പറഞ്ഞു. അയ്യോ എന്റെ പൊന്നു കോ സാറേ, ഞങ്ങളെല്ലാം ഒന്നിച്ചൊരു സ്കൂളിൽ പഠിച്ചതാ. പണ്ട് വിളുമാര് സ്കൂളിൽ ഒരു അക്രോബാറ്റ് ഡാൻസ് കളിച്ച് മിച്ചം കിട്ടിയത് 4 ഓടും 2 കഴുക്കോലും. അത് മാത്രമൊന്നുമല്ല,
അല്ലല്ലോ ഇങ്ങേരുടെ മുടിഞ്ഞ പ്രേമത്തിലായിരുന്നു. തുമ്പി പിന്നെ ഈ അമ്മണി എങ്ങനെ വലിഞ്ഞു കയറി വന്ന് ഞങ്ങളുടെ രജിസ്റ്റർമാരിയത്തിനെ സാക്ഷിയായിട്ട് ഒപ്പിടാൻ വിളിച്ച ഇവളെയാ. എഴുത്തും വായന അറിയാത്ത ഇവള് കല്യാണ പെണ്ണിന്റെ സ്ഥാനത്ത് ഒപ്പിട്ട്. എടി തുമ്പി പെളിങ്ങിന്റെ കഥ എനിക്കറിയാൻ പറ്റിയല്ലോ. ഈ തുമ്പിയുടെ കഥ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തോ സാധിക്കാനാ? സ്വന്തം ഭാര്യയുടെ കഥ അറിയാൻ ആർക്കാലും ആഗ്രഹം തോന്നത്തില്ലയോ? അയ്യോ എന്റെ പൊന്നു കോറേ, അല്ല സാറേ, ഇതൊന്നും ആ മുതലാളിയോട് ചെന്ന് പറഞ്ഞേക്കല്ലേ. ഈ കോമാളിയായ ഞാൻ തന്നെ ഇതിന്റെ മുതലാളി. അണ്ണാ പരിചയപ്പെട്ട സന്തോഷം. അപ്പൊ വീണ്ടും കാണാം. ഡോ, 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 ഡോ. ഇവിടെ വാടോ. ക്ഷമിച്ചടി നമ്മളോട് ഇവിടെ സ്നേഹമുള്ളവനാ. വരുന്നവരെ അങ്ങനെ തനിഷ്ടത്തിൽ ഇറങ്ങി പോകാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ആട്ടി ഇറങ്ങണം. ഇറങ്ങണ പുറത്ത് കേറണ അകത്ത്.